വിദ്യാർത്ഥികളുടെ ചോദ്യങ്ങളിൽ നിന്ന് മോദി സർക്കാർ ഒളിച്ചോടുകയാണ്. പോലീസ് ലാത്തി ചാർജിൽ കേന്ദ്രത്തിനെതിരെ ആഞ്ഞടിച്ചുകൊണ്ട് രാഹുൽ ഗാന്ധി രംഗത്ത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ നശിപ്പിക്കാനുള്ള കുതന്ത്രത്തിന്റെ ഭാഗമായി ഇപ്പോൾ ഇവിടെ പാറ്റാക്കൂട്ടങ്ങളും കോൺഗ്രസുമാകട്ടെ ഇത്തരത്തിൽ ഓരോരോ പ്രക്ഷോഭങ്ങൾ ഇവിടെ നടത്തുകയാണ്. ജന്തർ മന്ദറിലാകട്ടെ അരങ്ങേറുന്നത് വൻ പ്രക്ഷോഭമാണ്. ഇതാകട്ടെ ഇപ്പോൾ വലിയ രീതിയിൽ ലോകത്തിന് ചർച്ച ചെയ്യപ്പെടത്തക്ക രീതിയിലുള്ള ഒരു പ്രക്ഷോഭമായി തന്നെ മാറുകയാണ്. ഡൽഹിയിൽ സമാധാനപരമായി പ്രതിഷേധിച്ച വിദ്യാർത്ഥികൾക്ക് നേരെ പോലീസ് നടത്തിയ ലാത്തി ചാർജിനെ ചൊല്ലിക്കൊണ്ട് കേന്ദ്ര സർക്കാരും പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും എതിരെയാണ് ഇപ്പോൾ രൂക്ഷ വിമർശനവുമായി ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി രംഗത്ത് വന്നിരിക്കുന്നത്. വിദ്യാർത്ഥികൾ കുറ്റവാളികളല്ല, രാജ്യത്തിന്റെ ഭാവിയാണ് എന്നും അവരുടെ ന്യായമായ ആവശ്യങ്ങൾ മറുപടി നൽകുന്നതിന് പകരം അടിച്ചമർത്തലാണ് മോദി സർക്കാർ തിരഞ്ഞെടുത്തതെന്നും രാഹുൽ കുറ്റപ്പെടുത്തി. അതേപോലെ CJP പ്രതിഷേധത്തിനിടെ തന്നെ വിദ്യാർത്ഥികളെ ഡൽഹി പോലീസ് മർദ്ദിക്കുന്ന ദൃശ്യങ്ങൾ വാർത്താ സമ്മേളനത്തിലൂടെ തന്നെ പ്രദർശിപ്പിച്ചുകൊണ്ട് തന്നെ അദ്ദേഹം കേന്ദ്ര സർക്കാരിനെതിരെ ആഞ്ഞടിച്ചുകൊണ്ട് രംഗത്ത് വരികയാണ് ചെയ്തിരിക്കുന്നത്. കയ്യിൽ കറുത്ത ബാൻഡ് ധരിച്ചെത്തിയ രാഹുലാകട്ടെ കഴിഞ്ഞ 10 വർഷത്തിനിടെ 152 പരീക്ഷാ പേപ്പറുകൾ ചോർന്നതിലൂടെ തന്നെ കോടിക്കണക്കിന് വിദ്യാർത്ഥികളുടെ ഭാവി തകർന്നുവെന്ന് ആരോപണം ഉന്നയിച്ചു. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ ആകട്ടെ രാജിവെക്കണമെന്നും വിദ്യാർത്ഥികൾക്കെതിരെ അതിക്രമം നടത്തിയവർക്കെതിരെ തന്നെ നടപടി സ്വീകരിക്കണമെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തെ വിദ്യാർത്ഥികളോട് പരസ്യമായി മാപ്പ് പറയണമെന്നും രാഹുൽ ആവശ്യപ്പെട്ടു. വിദ്യാർത്ഥികളുടെ ശബ്ദം കേൾക്കുന്നതിന് പകരം പ്രതിഷേധം അടിച്ചമർത്തുന്ന കേന്ദ്ര സർക്കാരിന്റെ സമീപനം രാജ്യത്തിന്റെ ജനാധിപത്യത്തിനും വിദ്യാഭ്യാസ സംവിധാനത്തിനും വലിയ തിരിച്ചടിയാണ് എന്നതാണ് ഇവിടെ വിമർശനം ഉന്നയിച്ചിരിക്കുന്നത്. വിദ്യാർത്ഥി പ്രക്ഷോഭം അല്ലെങ്കിൽ വിദ്യാർത്ഥി പ്രതിഷേധവുമായി ബന്ധപ്പെട്ട സംഭവ വികാസങ്ങൾ രാജ്യത്ത് വലിയ രാഷ്ട്രീയ വിവാദങ്ങൾക്ക് വഴിവെച്ചിരിക്കുകയാണ്. പ്രതിഷേധത്തിനിടെ തന്നെ ഡൽഹി പോലീസ് നടത്തിയ നടപടിയെ ചൊല്ലിക്കൊണ്ട് കേന്ദ്ര സർക്കാരിനും പ്രതിപക്ഷവും തമ്മിലുള്ള ഏറ്റുമുട്ടൽ കൂടുതൽ ശക്തമായിട്ടുണ്ട്. വിദ്യാർത്ഥികളുടെ ആവശ്യങ്ങൾ അവിടെ കേൾക്കുന്നതിന് പകരം തന്നെ പ്രതിഷേധം അടിച്ചമർത്തുകയാണ് എന്നും പ്രതിപക്ഷം ആരോപിക്കുമ്പോൾ നിയമവും ക്രമസമാധാനവും നിലനിൽക്കുന്നതിനാൽ ആണ് പോലീസ് ഇത്തരത്തിൽ നടപടിയെടുത്തതെന്ന് അല്ലെങ്കിൽ ആ ഒരു പോലീസ് നടപടി എന്ന നിലപാടാണ് കേന്ദ്രം സ്വീകരിച്ചത്. സംഭവത്തിന് പിന്നാലെ തന്നെ പ്രതിഷേധവുമായി ബന്ധപ്പെട്ട ദൃശ്യങ്ങളും ആരോപണങ്ങളും വ്യാപകമായി തന്നെ ചർച്ചയാകുന്ന സാഹചര്യത്തിൽ വിദ്യാഭ്യാസം, തൊഴിൽ പരിരക്ഷാ സംവിധാനങ്ങൾ, വിദ്യാർത്ഥികളുടെ ഭാവി എന്നിവ വീണ്ടും ദേശീയ രാഷ്ട്രീയത്തിലെ പ്രധാന ചർച്ചാ വിഷയമായി തന്നെ മാറിയിരിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.